ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. മകൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ പ്രോത്സാഹനവും ചെയ്തതും അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതും അമ്മ തന്നെയായിരിക്കുമെന്ന് നവ്യ പറയുന്നുണ്ട്. അപ്പം ജലജ പറയും, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഇവളിങ്ങനെ അനാവശ്യം പറയുന്നതാണെന്നൊക്കെ പറയും. അതൊന്നും പറയണ്ട, നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ഈ മകനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹിപ്പിച്ച് വിട്ടിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ദേവയാനി പറയും, ഇവൻ ഇങ്ങനൊരു കള്ളത്തരം എന്നോട് പറയുക മാത്രമല്ല ചെയ്തത്, ആദർശിനെ കുഴപ്പക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്തെന്ന് പറയും. 50 ലക്ഷത്തിൻ്റെ ചെക്ക് ഞാൻ ആദർശിനെ ഏൽപ്പിച്ചിരുന്നല്ലോ, അപ്പോൾ ആ ചെക്ക് അവൻ ആ പെൺകുട്ടിക്ക് കൊടുത്തു കാണുകയില്ലെന്നും, കാരണം അത്രയും രൂപ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ അവന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അവൻ കൊടുക്കാതിരുന്നതെന്നും, പിന്നെ ആ പെൺകുട്ടി അതുകൊണ്ടാണ് ഞാൻ എന്നെ കാണിച്ചു തരാതിരുന്നതെന്നും ഒക്കെ ഇവൻ പറഞ്ഞെന്ന് പറയും. അപ്പോഴത്തേന് ജയൻ പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം പോലെയല്ല ആദർശിൻ്റെ സ്വഭാവം, ആദർശിനെ കണ്ടാണ് അനി വളർന്നത്, അതുകൊണ്ട് അവൻ്റെ സ്വഭാവം നന്നായിട്ട് തന്നെ പോകുന്നു, നീയും ആദർശിനെ കണ്ടല്ലേ വളർന്നത്, എന്നിട്ട് നിൻ്റെ സ്വഭാവം ഒന്നും നന്നാകാത്തെന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എങ്ങനെ നന്നാകാനാ, ഇതിൻ്റെ എല്ലാം കാരണക്കാരിയായി അവൻ്റെ അമ്മയല്ലേ ഇവിടെ നിൽക്കുന്നത്, അവൾ നന്നാകാതെ അവിടെ മകൻ എന്ത് നന്നാകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കേട്ടോടാ എല്ലാവരും പറയുന്നത്, ഓരോ തോന്നിവാസങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം ഇതിനെല്ലാം പഴി ഞാൻ കേൾക്കേണ്ടി വരുന്നു എന്നൊക്കെ ജലജ അഭിയോട് ദേഷ്യപ്പെട്ട് പറയും. അപ്പോൾ അഭിക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇതെല്ലാ പ്ലാനും പറഞ്ഞു കൊടുത്തത് ജലജയാണല്ലോ. എന്ത് പറയാനാ, എൻ്റെ ജീവിതം ഇല്ലാതായത്, ചേട്ടൻ കാണാൻ വന്ന പെണ്ണിനെ ഇവൻ വന്ന് കണ്ടിട്ട് പിന്നെ ഇവനാണ് ഏറ്റവും ബെറ്റർ എന്ന് എന്നെ ബോധിപ്പിച്ച്, അത് കണ്ട് ഞാൻ ഇവനെ സ്നേഹിക്കുകയും ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്ത്, ഇതൊക്കെ ഞാൻ തന്നെ അനുഭവിക്കണം, എന്ത് ചെയ്യാനാ, നിൻ്റെ ഒരു കുഞ്ഞു തന്നെയാണല്ലോടാ എൻ്റെ വയറ്റിൽ വളരുന്നത്, അത് ഓർക്കുമ്പോഴേ എനിക്ക് ഏറ്റവും സങ്കടം എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നവി അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പം നയനെ പറയും, കാശിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ആദർശനോട് ചോദിച്ചാൽ പോരായിരുന്നോ, തരത്തില്ലായിരുന്നു, അതിന് ഇങ്ങനെയുള്ള വേണ്ടാതീനും ഒക്കെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇവൻ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദർശ് കൊടുക്കത്തില്ല, കാരണം ഇവൻ നല്ല കാര്യത്തിനൊന്നുമല്ല കാശ് ഉപയോഗിക്കുന്നത്, ഇവൻ്റെ ദൂരത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് അവൻ അറിയാതെ, കാരണം അവൻ കൊടുക്കത്തില്ല, അതിനാ ഇവൻ ഇങ്ങനെയുള്ള പരിപാടിയും കൊണ്ട് നടക്കുന്നതെന്ന് പറയും. പിന്നെ ഒരു കാര്യം, ഇനി മേലിൽ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുമെന്ന് പറയും. അന്നേരത്തേന് സങ്കടത്തോടെ അങ്ങ് കയറി പോവുകയാണ് അഭി. മുത്തശ്ശി അപ്പം ദേവയാനിയോട് പറയുന്നുണ്ട്, മോളെ നീ ആർക്കെങ്കിലും കൊണ്ടുവന്ന് വെറുതെ 50 ലക്ഷം രൂപ കൊടുക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു ഞങ്ങൾ എല്ലാവരും എന്ന് പറയും. അമ്മ ഞാൻ അങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുമോ, പിന്നെ ഇങ്ങനെയൊക്കെ വരാനുള്ളതിന് കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം ഇവരാരും പറയാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ തേടി നടന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത്, അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവരാരും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അന്നത്തേനുടനെ ദേവയാനി പറയും, എനിക്ക് കരൾ തന്ന പെൺകുട്ടി നയനെന്നുള്ള പേരുള്ള പെൺകുട്ടിയാണെന്ന് മാത്രം എനിക്കറിയാം, പിന്നെ അതെന്തായാലും എൻ്റെ മരുമോളായിരിക്കുകയില്ല, അവൾക്ക് അത്രയ്ക്ക് നന്മയൊന്നുമില്ല, അവൾ എനിക്ക് കരളൊന്നും തരാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയെങ്ങാനും സംഭവിച്ചാലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലമ്മേ, ഇവൾ അത്രയ്ക്കും നല്ല മനസ്സുള്ള പെൺകുട്ടിയൊന്നുമല്ല എനിക്ക് കരൾ തരാനായിട്ട്, പിന്നെ ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചാൽ ഈ ആദർശം ജേട്ടനൊക്കെ എന്നോട് കാര്യം പറയാതിരിക്കത്തൊന്നുമില്ലല്ലോ, അങ്ങനെ പറയാതിരുന്നാൽ അതൊരു വിശ്വാസ വഞ്ചനയല്ലേ, അത് ഞാൻ അങ്ങനെ പൊറുക്കത്തുമില്ലല്ലോ എന്ന് പറഞ്ഞ് നയനെ ഒന്ന് നോക്കിയിട്ട് ദേവേനെ അകത്തേക്ക് അങ്ങ് പോകും. ഇതൊക്കെ കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് നയന. അപ്പം ജയൻ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയല്ലേ പറയുന്ന എല്ലാ കാര്യങ്ങളും ദേവയാനിയോട് തുറന്നു പറയാമെന്ന്, കണ്ടില്ലേ ഇപ്പം ദേവയാനിയുടെ സ്വഭാവം, അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും പറയാതിരുന്നെന്ന് പറയും. നന്ദു അനന്തപുരിയിലേക്ക് വരുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ബെല്ലടിക്കുമ്പോഴത്തേന് കഥ തുറക്കുന്നത് നവിയാണ്. നന്ദുവിനെ കാണുമ്പോൾ നവിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അന്നേരം ആ സമയത്താണ് ജാനകി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ജാനകിക്ക് നന്ദുവിനെ കാണുമ്പോഴേ കലിയിളകും. അന്നേരം ചോദിക്കും, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ വീടിൻ്റെ പടിവാതിൽ കയറിയേക്കരുന്ന്, എന്നിട്ട് പിന്നെ നീ എന്നാ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നെന്ന് ചോദിക്കും. അവൾ വന്നാൽ എന്നാ കുറ്റം, അവൾ എൻ്റെ അനിയത്തിയാണ്, അപ്പോൾ എന്നെ കാണാനായിട്ട് അവൾ ഇവിടെ വന്നെന്നിരിക്കും, അമ്മായിക്ക് എന്നാന്ന് ചോദിക്കും. അവൾ ഇവിടെ വരുന്നത് മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്, എൻ്റെ മോൻ്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയല്ലേ ഇവളിങ്ങനെ വരുന്നത്, അനാമികമോക്ക് ഇവൾ ഇവിടെ വരുന്നതേ ഇഷ്ടമില്ലെന്ന് ഞാൻ ഇവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നിട്ടും അങ്ങ് വരവാണെന്ന് പറഞ്ഞ് ജാനകി അങ്ങ് നിന്ന് തുള്ളുകയാണ്. ആ സമയത്ത് പുറത്തെ വെച്ച് കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദുവിനെ കാണുമ്പോൾ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഒന്ന് പുറമേ കാണിക്കാതെ ഗൗരവത്തിൽ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ ജാനകി, എന്താ ഇവിടെ ഒരു സൗണ്ട് എന്ന്. അപ്പം ജാനകി പറയും, ഏട്ടത്തി കണ്ടില്ലേ ഇവൾ വന്നിരിക്കുന്നത്, ഇവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ വീട്ടിൽ കയറില്ലെന്ന്, എന്നിട്ട് ഇവൾ വന്നിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കും. ചുമ്മാ ഓരോരോ
ഞാനൊരു കാര്യം പറഞ്ഞ് അവൾ കയറി വരുവാണെന്ന് ചോദിക്കും. അന്നേരത്തേന് നന്ദു പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ കയറി വന്നതൊന്നുമല്ല, ഒരു കാര്യം എൻ്റെ ചേച്ചിമാരോട് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയും. എന്താ മോളേന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ചേച്ചി ഞാൻ SI ടെസ്റ്റ് എഴുതിയിരുന്നല്ലോ, ആ ലിസ്റ്റിലുണ്ട്, എനിക്ക് സെലക്ഷൻ ഉടനെ കിട്ടുമെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് നവ്യ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കേട്ടപ്പം ദേവയാനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ പുറമേ കാണിക്കുന്നൊന്നുമില്ല. ജാനകിക്ക് പക്ഷേ നന്ദുവിന് ജോലി കിട്ടിയതൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല. അപ്പോൾ പെൺപിള്ളേർ കാക്കിയൊക്കെ ഇടുന്നതൊന്നും അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയുന്നുടനെ നവ്യ പറയും, അതിനെന്താ, അവൾ ഒരുപാട് ഇഷ്ടത്തോടെ എഴുതിയെടുത്ത ജോലിയായത്, പെൺപിള്ളേർ കാക്കിയിട്ട എന്നാ കുഴപ്പമെന്നൊക്കെ ചോദിക്കും. അനന്തപുരിക്കാർക്ക് അത് വലിയ കാര്യമൊന്നുമല്ല, ഇവിടെ പോലീസ് വേഷത്തിൽ ആൾക്കാർ വരുന്നൊന്നും വലിയ ഇതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും. ആ സമയത്താണ് അനിയും അനാമികയും അങ്ങോട്ട് കാറേ വന്നിറങ്ങുന്നത്. അയ്യോ അവർ വന്നെന്ന് പറഞ്ഞ് ആകെ ടെൻഷനാണ് ജാനകിക്ക്. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങുന്നത് അനിയാണ്. അനിക്ക് നന്ദുവിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പുറകെ ഇറങ്ങുന്ന അനാമികയ്ക്കാണെങ്കിൽ നന്ദുവിനെ കണ്ടു കഴിയുമ്പോൾ കാലി ഇളകുകയാണ്. അപ്പോൾ അവർ സിറ്റൗട്ടിലോട്ട് കയറി വരുന്ന ഉടനെ അനാമിക ചോദിക്കും, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെ വരരുതെന്ന്, നീ പിന്നെ എന്തിനാ വന്നെന്നൊക്കെ ചോദിക്കും. അന്നേരം നവ്യ പറയും, എൻ്റെ അനിയത്തിക്ക് പോലീസ് സെലക്ഷൻ കിട്ടി, SI പോസ്റ്റിലേക്ക് അവൾ ഉടനെ വരുമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ഇഷ്ടപ്പെടുന്നേ ഇല്ല അനാമികയ്ക്ക്. എന്നാൽ അനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും നീ ആഗ്രഹിച്ച ജോലി തന്നെ കിട്ടിയല്ലോ നന്ദു എന്നൊക്കെ പറഞ്ഞ് അനി നന്ദുവിനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഉടനെ അനാമിക പറയും, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, വെറുതെ പെൺപിള്ളേർ കാക്കിയിട്ടൊന്നും നടക്കുന്നൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ. അതിനെന്താ, അവൾ പഠിച്ച് നേടിയെടുത്ത ജോലിയല്ലേ, അത് നല്ല കാര്യമല്ലേ എന്ന് അനിയും പറയും. നിനക്ക് സന്തോഷമായല്ലോ എന്ന് പറഞ്ഞ് കലിപ്പിച്ച് കയറി അങ്ങ് പോകുന്നുണ്ട് അനാമിക. അപ്പോഴത്തേനും ജാനകി പറയും, നീ പിന്നെ എന്നെ എടുക്കാൻ നിൽക്കുക, നീയൂടെ കയറി പോടാന്ന് പറയും. അന്നേരം അനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കയറി പോകാനല്ലേ പറഞ്ഞ, കയറാന്ന് പറഞ്ഞ് അകത്തോട്ട് വന്നു ചോദിക്കുന്നുണ്ട് നയനേച്ചി എവിടെയെന്ന്. അന്നേരം നവ്യ പറയും, മോളെ അവൾ ആദർശേട്ടൻ്റെ കൂടെ ഓഫീസിൽ പോയെന്ന് പറയും. ഉടനെ ജാനകി പറയുന്നുണ്ട്, അത് ഇവർക്ക് അറിയാവുന്നതല്ലേ, പിന്നെ അത് അറിഞ്ഞിരുന്നോണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ, അവളെ കാണാൻ ഓഫീസിൽ പോയാൽ പോരായിരുന്നു എന്ന്. അപ്പോൾ ഓഫീസിൽ പോയാൽ നയനെ മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ, എന്നെ കാണാൻ പറ്റുകയല്ലോ, അതുകൊണ്ട് അവൾ എന്നെ കാണാനാണ് വന്നത്. എൻ്റെ അനിയത്തി എന്നെയും നയനെയും കാണാൻ എപ്പം വേണേലും ഇവിടെ വരും, അതൊന്നും ആരും തടയാൻ നോക്കണ്ട എന്ന് പറയും. അപ്പോൾ എന്നാൽ ചേച്ചി ഞാൻ പോയേക്കുക എന്ന് പറഞ്ഞ് നന്ദു ഇറങ്ങുന്ന ഉടനെ ദേവയാനി പറയും, നീ അവിടെ വന്ന ഉടനെ ഒന്നും കുടിക്കാതൊന്നും പോകണ്ട, എന്തെങ്കിലും കുടിക്കാൻ എടുക്കാമെന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, വേണ്ട ആൻറ്റി, ഞാൻ പോയേക്കുമെന്ന്. അത് വേണ്ട, നീ വന്നിട്ട് ഒന്നും തരാതെ പോയാൽ നിൻ്റെ ചേച്ചി അത് പ്രശ്നമാക്കിയാലോ, അതുകൊണ്ട് നീ കുടിച്ചേച്ച് പോയാൽ മാത്രം മതിയെന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട് പോട്ടെന്ന്. വേണ്ട, അവിടെ നീ കുടിച്ചേച്ച് മാത്രം പോയാൽ മതിയെന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് പോകും. അന്നേരം ദേവയാനി മനസ്സിൽ സന്തോഷിച്ച് ചിരിച്ചാണ് പോകുന്നതെന്ന് പറയും, എൻ്റെ മരുമോടെ അനിയത്തിയാണ് വന്നിരിക്കുന്നത്, അവൾക്ക് ഈ അനിയത്തിക്ക് ജോലി കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെങ്കിൽ എനിക്കും അത് സന്തോഷമുള്ള കാര്യമാണ്, അതുകൊണ്ട് അവളെ സൽക്കരിച്ച് തന്നെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് പോയി ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, വാ മോളിരിക്ക്, ഇവരൊന്നും പറയുന്നൊന്നും മോള് മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞ് നവ്യ നന്ദുവിനെ പിടിച്ച് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പറ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ജാനകിക്കാണ് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ജാനകി നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് ദേവയാനിയുടെ അടുത്തേക്ക്. റൂമിലേക്ക് ചെല്ലുന്ന അനാമിക പിന്നെ അനിയായിട്ട് അങ്ങ് വഴക്കാണ്. നിനക്ക് സന്തോഷമായല്ലോ നിൻ്റെ കാമുകിക്ക് ജോലി കിട്ടിയെന്ന്. അവൾക്ക് ജോലി കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അത് ഞാൻ മറച്ചു വെക്കുന്നില്ല, കാരണം അവൾ എൻ്റെ നല്ല ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് എന്നോടൊന്നും പറയിപ്പിക്കണ്ട, അവൾ എനിക്കിഷ്ടമില്ല എന്നറിഞ്ഞിട്ട് പോലും ഈ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുകയാണ് എന്ന് പറയും. അന്നേരം അനി പറയും, അവളുടെ ചേച്ചിമാരോട് അവളുടെ സന്തോഷം പറയാനായിട്ട് വന്നു, അതിന് നിനക്കെന്താണെന്ന് ചോദിക്കും. നിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഇങ്ങോട്ട് വരുന്നില്ലേ, അതിനൊന്നും ആരും ഇവിടെ ഒന്നും പറയുന്നില്ലല്ലോ എന്ന്. എൻ്റെ വീട്ടിൽ നാൾ വരുന്ന പോലാണോ ഇവൾ എന്നത്തിന് എപ്പോഴും വരുന്നത്, അവൾക്കറിയാം ഞാനും നീയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന്. അപ്പോൾ അവൾ വന്നു കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ അടിച്ച് പിരിഞ്ഞോളുമെന്നും ആ ചാൻസിൽ അവൾക്ക് ഇവിടെ വന്ന് കയറാമെന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയും. അന്നേരം അനി പറയും, നിൻ്റെ പോലെ സ്വഭാവം കൊള്ളത്തില്ലാത്തൊന്നുമല്ല അവൾ നല്ല പെൺകുട്ടിയാണെന്ന് പറയും. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ അനിയോട് അനാമിക പറയുന്നുണ്ട്. പിന്നെ നിന്നെ പോലെ ഒരുപാട് ആണുങ്ങളുമായിട്ട് ബന്ധമുള്ളതൊന്നും അവക്കല്ല, നിനക്ക് തന്നെയാണെന്ന് പറയും. അതെ, നിനക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, അപ്പം ഞാൻ
ഞാനൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി പല ആണുങ്ങളുമായിട്ട് കൂട്ടുകൂടുകയും കറങ്ങുകയൊക്കെ ചെയ്തെന്നിരിക്കും, അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ അനി പറയുന്നുണ്ട്, നിനക്ക് അതുപോലെ വല്ല മനസ്സിൽ ആൾ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോക്കണം, അല്ലാതെ എൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ട് ഇവിടെ നിൽക്കരുതെന്ന്. എനിക്കറിയാടാ എൻ്റെ മനസ്സ്, ഞാനിവിടുന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് വേണം നിനക്ക് അവളെ വിളിച്ചുകൊണ്ട് വരാനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു കാര്യം, നീ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നതല്ല, നിനക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. കാരണം കല്യാണത്തിന് മുമ്പേ ഞാൻ നിന്നോട് എനിക്ക് സമ്മതമല്ലാന്ന് പറഞ്ഞതായിരുന്നു. എന്നിട്ട് നീ എൻ്റെ അമ്മയെ ചാക്കിട്ട് ഈ വീട്ടിൽ വന്ന് കയറി ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചതാണ്. നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ശരിക്കും പല ഉദ്ദേശങ്ങളുമായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയാമെന്ന് പറയും. അപ്പോൾ അനാമിക പറയും, ശരിയാടാ, എനിക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ട്, നിനക്കത് മനസ്സിലാക്കാമെങ്കിൽ നീ അങ്ങ് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറയും. എന്നിട്ട് ചാടിത്തുള്ളി ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളുടെ ഈ സ്വഭാവം കാരണമാണ് ഞാൻ കൂടുതലും നന്ദുവായിട്ട് അടുക്കാനായിട്ട് കാരണമെന്ന്. അടുക്കളയിലേക്ക് ജാനകി വരുമ്പോഴത്തേന് ദേവയാനി നന്ദുവിനുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ജാനകി ചോദിക്കും, എന്തിനാ ഏട്ടത്തി ഇവരൊക്കെ വരുമ്പോഴത്തേന് ഇതുപോലെയൊക്കെ വല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുങ്ങളെ ഒന്നും പരിക്കാത്ത കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. എൻ്റെ അനാമിയമോക്കാണ് ഇവളിവിടെ വരുന്നതേ ഇഷ്ടമില്ല, എന്നിട്ടും അവൾ എന്തിനു കയറി വന്നതാ, നയന ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടും വന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, ആ കുട്ടി ഇന്ന് വന്നത് ചുമ്മാതൊന്നും അല്ലല്ലോ, ആ കുട്ടിക്ക് ജോലി കിട്ടിയ കാര്യം അവിടെ ചേച്ചിമാരുമായിട്ട് സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതല്ലേ, അല്ലാതെ അങ്ങനെ വരാറില്ലല്ലോ, നമ്മളുടെ വീടിനടുത്തല്ലേ അവർ താമസിക്കുന്നത്, എന്നിട്ട് പോലും അവൾക്ക് വേണമെങ്കിൽ എപ്പം വേണേലും അവിടെ ചേച്ചിമാരെ കാണാനായിട്ട് ഇങ്ങോട്ട് ഓടി ഓടി വരാം, എന്നിട്ട് നമുക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവരാരും ഇങ്ങോട്ട് വരാത്തതെന്ന് പറയും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ കുട്ടി അവിടെ ചേച്ചിമാരുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. അവർ 3 പെൺകുട്ടികളല്ലേ, അപ്പം പരസ്പരം ഭയങ്കര സ്നേഹത്തിലാണ്. എന്നിട്ട് ആ കുട്ടിക്ക് അന്നേരം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഓടി അവിടെ ചേച്ചിമാരോട് വന്ന് പറയാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. അവർ പാവങ്ങളുമാണ്. അപ്പോൾ പക്ഷേ യാതൊരു വിധത്തിലും നമ്മളെ അവർ ഡിസ്റ്റർബൻസ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ നന്ദുവിനെയും നയനെയും നവിയെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ദേവയാനി സംസാരിക്കുന്നുണ്ട്. അതൊന്നും ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നന്ദു നല്ലൊരു ഫൈറ്ററൊക്കെ ആണല്ലോ, ആ കുട്ടി മറ്റുള്ളവരെയൊക്കെ അടിച്ചിടുന്നതൊക്കെ ആദർശ് നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജോലി ആ കുട്ടിക്ക് കിട്ടുന്നത് നല്ലത് തന്നെയാണ്, അതിൽ അവൾ നന്നായിട്ട് ശോഭിക്കുകയും ചെയ്യുമെന്ന് പറയും. അപ്പം ജാനകി പറയും, എന്നാലും പെൺപിള്ളേർ കാക്കി ഇടുന്നതൊന്നും അത്ര നല്ലതൊന്നും അല്ലെന്ന്. അതിനെന്താ, അത് ഇടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, നന്ദുവിന് എന്തായാലും അങ്ങനെ ജോലി കിട്ടിയത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലാണ് ദേവയാനി സംസാരിക്കുന്നത്. പിന്നെ നന്ദുവിനെ ആൾക്കരിച്ചില്ലെന്ന് പറഞ്ഞ് നയനെ എങ്ങാനും പിണങ്ങിപ്പോയാൽ എൻ്റെ മകൻ വിഷമിച്ച് നടക്കുന്നത് എനിക്ക് കാണേണ്ടി വരും, എനിക്ക് ആരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ മകൻ്റെ സങ്കടമാണ് എനിക്ക് ഏറ്റവും വലുതെന്നും ജാനകിയോട് ദേവയാനി പറയും. ആദർശം നയനെ അറിഞ്ഞിട്ടുണ്ട് നന്ദുവിന് SI സെലക്ഷൻ കിട്ടിയ കാര്യം, അവരും വളരെ സന്തോഷത്തോടെയാണ് ഈ സംസാരിക്കുന്നത്. അപ്പം നയനെ പറയും, എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അവളുടെ സ്വഭാവം അനുസരിച്ച് ഇനി എല്ലാവരുമായിട്ട് ആടിയൊക്കെ ഉണ്ടാക്കുമോ എന്നുള്ള പേടിയുണ്ടെന്ന് പറയും. അപ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അവളുടെ സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ളവർക്ക് ആർക്കും ഇനിയിപ്പം കിടന്നുറങ്ങണ്ട, എല്ലാ കില്ലാടികളെയും ഇവളെടുത്ത് അലക്കുമെന്ന് പറയും. എന്തായാലും നമുക്കൊന്ന് പോകണ്ട എന്ന് ചോദിക്കുമ്പോഴത്തേന് നയനെ പറയുന്നുണ്ട്, നവിയടത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി, ഞാനിവിടെ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ടെന്ന് പറയും. എന്നാൽ ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകും, ഞാനിവിടെ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറയും. നവിയെ നയനയും കൂടെ ഒരുമിച്ച് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേന് നന്ദുവിനും കനയ്ക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, മോളെ ഞങ്ങൾ നിന്നെ കൺഗ്രാജുലേഷൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കും. അന്നേരത്തേന് പറയും, ഇനിയിപ്പം നിയമലംഘനം കാണിക്കുന്നവരെയൊക്കെ മോളെടുത്ത് അലക്കുമല്ലേന്ന്, എനിക്കും അതുപോലെ കുറേ പേരെയൊക്കെ ശരിയാക്കാനുണ്ടെന്നൊക്കെ നവിയ പറയുന്നുണ്ട്. നിയമലംഘനം മാത്രം നടത്തിക്കൊണ്ടിരുന്ന നീയാണോ ഈ പറയുന്നതെന്ന് കനക നവിയെ കളിയാക്കുമ്പോൾ കനകയോട് നവിയ പറയും, എന്നെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത് അമ്മയായിരുന്നുള്ള കാര്യം മറക്കരുതെന്ന്. അമ്പലത്തിൽ പോയാൽ കൂടീശ്വരന്മാരായ വല്ലവരും വരുന്നുണ്ടോ, അവരുടെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാനല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചെന്ന് ചോദിക്കും. എൻ്റെ മോളെ ഞാൻ അതൊക്കെ ഇപ്പം വിട്ടില്ലേ, എൻ്റെ സ്വഭാവമൊക്കെ മാറിയില്ലേന്ന്. ഞാനിപ്പോൾ അനന്തപുരിയിലെ മരുമോളല്ലേ, അതുകൊണ്ട് എൻ്റെ ഈ സ്വഭാവം എല്ലാം മാറി, ഞാൻ നന്നായി എന്ന് നവിയും പറയും. എന്നാലും മോളെ നീ SI സെലക്ഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് 1-2 പേരെ നന്നാക്കാനുണ്ടെന്ന് പറയും. ആരെയാണെന്ന് ചോദിക്കും. വേറെ ആരെയല്ല, എൻ്റെ ഭർത്താവിനെയും അമ്മായിമ്മയാണെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് എനിക്കും കനയ്ക്കും നന്ദുവിനും ഒക്കെ സങ്കടം വരുന്നുണ്ട്. അത്രയ്ക്ക് സങ്കടത്തിലാണ് നവിയ നിൽക്കുന്നതെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ സങ്കടത്തോടെയുള്ള മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.